എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം എൻ്റെ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും എനിക്ക് ആയിഷയായി ജീവിക്കണം. ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് ജീവിക്കണം, എനിക്ക് ആയിഷയായി ജീവിക്കണം. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആയിഷ, എനിക്ക് ഫാഷൻ അല്ലെങ്കിൽ ഡിസൈനർ ആവാം, അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് എൻ്റെ തറവാട് എൻ്റെ ഉമ്മാടെ അടുത്തേക്ക് വന്ന് അവിടെ ഞാൻ താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടാണ് ഞാൻ പീച്ചസ് എന്ന് പറഞ്ഞ ബ്യൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നായിരുന്നു എനിക്ക് കാണുന്ന ഈ ആയിഷയിലേക്കുള്ളൊരു മാറ്റം. അപ്പം ജീവിതത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇപ്പം ആയിഷ ഈ അനുഭവിച്ച കഥകൾ പങ്കിടുന്ന സമയത്ത് ഇതുപോലെ ആയിഷയെ പോലെ അനുഭവിച്ച് കുട്ടികൾ ഇപ്പോഴും ഉണ്ടോ? ഈ 2025 കാലഘട്ടത്തും ഉണ്ടോ? അതായത് ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഓവർകം ചെയ്ത് എന്ന് എനിക്ക് തോന്നി. അതായത് എനിക്ക് ഇന്ന് ഒരു ആയിഷ ആവാൻ പറ്റിയെന്ന് തോന്നി. അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ജോഷ് ടോക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഇനിയുള്ള ഇതേപോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവരയച്ച മെസ്സേജുകൾ എന്തൊക്കെയാണ് പേഴ്സണലി? ഞാൻ വിചാരിച്ചത് സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് അതായത് മാറ്റം വന്നു. നമ്മൾ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര മാറ്റം വന്നു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇത്രയും നമുക്ക് മെസ്സേജസും കാര്യങ്ങളും അതിൽ ചിലര് ഹെൽപ്പ് ചെയ്യോ മാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാം എന്നെ ഹെൽപ്പ് ചെയ്യോ, ഞാൻ ഡിപ്രഷൻ്റെ വക്കീലാണ് അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡിൻ്റെ വക്കീലാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഉണ്ടായിരുന്നു. അജിം വിവാഹം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ പെണ്ണ് കിട്ടാനുണ്ടോ? പുരുഷന്മാർക്ക് കിട്ടുന്നവരുണ്ടല്ലോ, കിട്ടുന്നവരുണ്ടാവാം. ഇപ്പം ഈ അടുത്ത് റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല. എന്തുകൊണ്ട് അജിൻ ചിന്തിച്ചിട്ടുണ്ടോ? താല്പര്യമില്ലായ്മയായിരിക്കും. അവരുടെ അമ്മൂമ്മമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് മാറി, സ്ത്രീക്കും പുരുഷനും തുല്യരാണ്, സമത്വമുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ത്രീ പുരുഷൻ്റെ അടിമ തന്നെ. അത് ആയിഷ അങ്ങനെ പറയാൻ കാരണം ആയിഷയുടെ ജീവിതാനുഭവം അല്ലേ? ഈ ആയിഷയുടെ ജീവിതാനുഭവം പോലെ എല്ലാവർക്കും അനുഭവം വരണമെന്നുണ്ടോ? എൻ്റെ ജീവിതാനുഭവം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇപ്പം സമൂഹത്തിൽ ഇപ്പം സപ്പോസ് നമ്മൾ കല്യാണങ്ങൾ എടുക്കാം, ആരുടെ കഴുത്തിലാണ് താലി കെട്ടുന്നത്? പുരുഷ സ്ത്രീയുടെ. ആരുടെ കാലിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഒരു പെണ്ണിൻ്റെ ഒരു ബ്രൈഡിൻ്റെ കാലിൽ വെള്ളം ഒഴിപ്പിക്കില്ല, ഗ്രൂമിൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് അവിടെയും സുപ്പീരിയോറിറ്റി പുരുഷനല്ല, സ്ത്രീകൾക്കല്ല. അതേപോലെ തന്നെ സമ്മതം ചോദിക്കുക ആദ്യം ആരോടാ? പുരുഷനോടാണ്. അതായത് വിവാഹം കഴിക്കുന്ന വരനോടാണ് ആദ്യം സമ്മതം ചോദിക്കുക. അപ്പോഴും സ്ത്രീ സെക്കൻഡറിയാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ ജീവിക്കാൻ പറ്റുമെന്നുണ്ടോ? അതേപോലെ തന്നെ നിക്കാഹിൻ്റെ സമയത്താണെങ്കിൽ പോലും ഒരു പെണ്ണ് ഒരു സൈഡിൽ മാറിയിരുന്ന നിക്കാഹ് കാണും. ആ സ്റ്റേജിൽ ആ പെണ്ണിന് അവിടെ കയറിയിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറയുന്നത് കാലങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന ഒരു ആചാരങ്ങളാണ് ഇതൊക്കെ. അതിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും എവിടെയും. ഇപ്പം നമ്മളിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയാണ്. എന്തുകൊണ്ട് ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം? അതങ്ങനെ വരുന്ന രീതിയാണല്ലോ. ഭർത്താവിന് എന്തുകൊണ്ട് ഭാര്യയുടെ വീട്ടിൽ പോയി താമസിച്ചുകൂടാ? താമസിക്കുന്നവരുണ്ട് ഇപ്പം. മെജോറിറ്റിയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ പറയണം. എൻ്റെ മോള് +2 പഠിക്കുന്നത്. എൻ്റെ മോളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് വിവാഹം വേണ്ട. പിന്നെ ലിവിങ് ടുഗദർ ആണോ ഉദ്ദേശിക്കുന്നത്? അതെനിക്കറിയില്ല, അത് ചോദിക്കണം.